ഇതുണ്ടല്ലോ ഇപ്പൊ കുറച്ചായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത്. അതിനിപ്പോ വേനൽക്കാലല്ലല്ലോ മഴക്കാലായില്ലേന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവില്ലേ? കുറച്ചു പേർക്കൊക്കെ കാര്യം മനസ്സിലായിണ്ടാവും. അതായത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ചു പേർക്കൊക്കെ എന്തായാലും മനസ്സിലായിണ്ടാവും. ഇനിയിപ്പോ നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിൽ പുതുതായിട്ട് കൂടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്കായിട്ട് ഞാൻ പറയുകയാണേ, ഇതും കഴിഞ്ഞ 3-4 വീഡിയോകൾ പറഞ്ഞതുപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോകളിൽ ഒന്ന് തന്നെയാണ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 10 to 15 ഏതോ ഒരു ഡേറ്റിൽ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേനൽക്കാലം ആണെന്നുണ്ടെങ്കിലും മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇടയിൽ മഴ പാറിപ്പോലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. ആ സമയത്തെങ്കിലും ഈ തേങ്ങയെ പൊളിച്ച് ഉണങ്ങാനിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ലല്ലോ. മഴയെല്ലാം കഴിഞ്ഞ് എന്തായാലും ഒരു 6-7 മാസമൊക്കെ കഴിയണം. നമ്മൾ കൂടുതലായിട്ടും വർഷത്തിൽ ഒരിക്കൽ തന്നെയാണ് കേട്ടോ, അതായത് ഈ ഒരു ഏപ്രിൽ മെയ് സമയത്ത് തന്നെയാണ് കേട്ടോ തേങ്ങ പൊളിച്ച് എണ്ണയാട്ടാനായിട്ട് ഉണങ്ങാനിടാറുള്ളൂ. തെങ്ങ് നിട്ട തേങ്ങ കുറച്ചുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ കൊപ്ര തേങ്ങ ഉണ്ടല്ലോ, അതായത് വെള്ളം ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങകളുണ്ടല്ലോ, അതും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതും ഇനിയിപ്പോൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നശിച്ചു പോകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ മൂടലും മഴ പാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിലും ഉള്ള വെയിലിൽ ഉണങ്ങി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അമ്മ ഇപ്പോൾ ഈ പണിക്ക് നിന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളോട് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അമ്മ വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ മഴ കൊണ്ട് അതിൻ്റെ തേങ്ങനെ പൊളിച്ചിടുന്നുണ്ടായിരുന്നു. ആദ്യം അമ്മ ഒരു തേങ്ങ രണ്ടായിട്ടാണ് കേട്ടോ പൊളിച്ചിട്ടത്. കൂടുതൽ സാധാരണ ഈ കഴിഞ്ഞ വർഷം വരയ്ക്കും അമ്മ ഇത് ഉണക്കി ഇട്ടതിന് ശേഷം നമ്മൾ 1-2 വെയിൽ കൊണ്ടിട്ട് ആ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ തേങ്ങ കുറച്ച് പേർന്ന് വരുമല്ലോ, ഒന്ന് ഉണങ്ങി കിട്ടൂല ഏകദേശം. ആ സമയത്താണ് അമ്മ ഇത് ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ പേർത്തെടുക്കാറുള്ളത്. പേർത്തെടുക്കുക എന്ന് തന്നെയല്ലേ പറയുക, അടർത്തിയെടുക്കുക അല്ലേ? ഞാൻ പേർത്തെടുക്കുക, നമ്മളിവിടെ അങ്ങനെ ഉണ്ട് പൊതുവേ പറയാറുള്ളത്. അപ്പോൾ ആ ചിരട്ടയിൽ നിന്ന് അങ്ങനെ എടുക്കാറുള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു തേങ്ങനെ 2 പീസായിട്ട് നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെട്ടിപ്പൊളിച്ചിട്ടു. വെട്ടിപ്പൊളിച്ചു എന്ന് പറഞ്ഞാലും മറിയുന്നുണ്ടാവുമല്ലോ അല്ലേ, മഴ കൊണ്ട് അതിന് പൊളിച്ചിട്ടു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അതിന് എന്തായാലും പൊളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ 3 അല്ലെങ്കിൽ 4 പീസ് വരുന്നത് പോലെ മഴ കൊണ്ട് പൊളിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കൈയോടെ തന്നെ ആ ചിരട്ടയിൽ നിന്ന് പേർത്തിക്കൂടെ പെറുത്താൻ തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെയാണ് വായിന്ന് വരണം, നമ്മളങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ചിരട്ടയിൽ നിന്ന് അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായില്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും കൈയോടെ തന്നെ അമ്മയുടെ അടുത്ത്, അമ്മ അതിനെ അവിടെ പൊളിച്ചിട്ടിരുന്നതിന് ഞാൻ കൈയോടെ തന്നെ ചിരട്ടയിൽ നിന്ന് അടർത്തി എടുത്തു. പക്ഷെ അത് വിചാരിക്കുന്ന പോലെ അത്രയും എളുപ്പമല്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ വേഗം വരും. പച്ചയാവണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ആവുന്നതിനെ കൈയോടെ തന്നെ കഴുകി, അതായത് നമ്മൾ ഏകദേശം ഒരു 10-20 എത്രയുണ്ടെന്ന് അറിയില്ല കേട്ടോ, എന്നാലും ഏകദേശം ഒരു അളവായപ്പോൾ അതിനതാ പൊളിച്ചതിനെ തന്നെ ചെറുതായിട്ട് കൈയോടെ തന്നെ മുറിച്ചുകൊണ്ടെടുത്തു. എന്നിട്ട് ആ വൃത്തിയിലൊന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ കുണ്ടുമുറന്നാണ് കേട്ടോ നമ്മളിതിനെ ഇവിടെ പറയാറുള്ളത്. ഈ മുറത്തിനെ അതിനകത്തേക്ക് വാരിയിട്ടിട്ട് അതിൽ വെള്ളം വാർന്നു പോകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൈയോടെ തന്നെ വെയിലിലേക്ക് ഇട്ടു കേട്ടോ. വെയിലിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ കൈയോടെ തന്നെ ടാർപ്പായ വിരിച്ച് അത് ഉണങ്ങാനായിട്ട് ഇട്ടു കേട്ടോ. മനസ്സിലാവുന്നുണ്ടാവും, എന്നാലും ഞാൻ പറയുമ്പോൾ അങ്ങനെ തെറ്റിപ്പോവാണ് കേട്ടോ. അതുമാത്രമല്ല ഞാൻ ഈ ചിരട്ടയിൽ നിന്ന് അടർത്തി എടുക്കുന്നത് പിന്നെയും പതുക്കെയല്ലേ ആവുന്നുള്ളൂ. അമ്മ മഴ കൊണ്ട് വെട്ടിപ്പൊളിക്കുന്നത് ഒന്നുകൂടെ സ്പീഡ് ആവുന്നുണ്ട്. അപ്പം കൈയോടെ അമ്മ ഈ പൊളിച്ചിട്ട് കുറച്ചാവണ സമയത്ത് അതിനെ വെയിലിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് വാടിക്കിട്ടുന്ന സമയത്ത് ഒന്നുകൂടെ വേഗത്തിൽ അത് പേർന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പേർത്തെടുക്കുമ്പോൾ അതും ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അമ്മ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് 3-4 ദിവസങ്ങളിലായിട്ടൊക്കെ ആയിരുന്നു അതിനെ അടർത്തി എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. വെയിലത്തുനിന്ന് ഉണങ്ങിക്കഴിഞ്ഞാലും അത് മുറിച്ചെടുക്കാനും അതിന്ന് പേർന്ന് വരാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. ഈ സൈഡ് മാത്രമല്ലേ അടർന്നു വരുള്ളൂ, ബാക്കിയുള്ളത് സെൻറ്റർ ഭാഗത്തൊക്കെ പേർത്തെടുക്കുക എന്ന് പറയുമ്പോൾ അതും കുറച്ച് നല്ല കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഒന്നുകൂടെ എളുപ്പമായി എന്ന് പറയുന്നുണ്ട് അമ്മ മൊത്തത്തിൽ. കാരണം നമുക്ക് ഉണങ്ങാനിടുകയാണെന്നുണ്ടെങ്കിലും ഇത് എളുപ്പമാണല്ലോ. കാരണം ഞാൻ സെയിം ഡേ തന്നെ ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ആ ദിവസം തന്നെ ഇതെല്ലാം അടർത്തി മുറിച്ച് ഇതുപോലെ പീസുകളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമുക്ക് ഉണങ്ങാനിടുന്ന സമയത്ത് ഈ എടുക്കാനും വിരിക്കാനും ഒക്കെ എളുപ്പമായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ മഴ പാറുക, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് ഓട് വീടാണ്, ബാക്കിൽ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൻ്റെ മുകളിലൊക്കെ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പെട്ടെന്ന് ഉണയും കിട്ടും. പക്ഷേ പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ, എടുക്കാൻ പോവല് അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മുറ്റത്ത് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. സെയിം ഡേ തന്നെ ഇതുപോലെ മുറിച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആക്കിയപ്പോൾ മറ്റേത് ചിരട്ടയിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാണല്ലോ. ഇത് ഞങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് ആ ടാർപ്പായോടെ തന്നെ അങ്ങനെ മടക്കി തിണ്ണയിലേക്ക് വെക്കുക, വെയിൽ വരുന്ന സമയത്ത് അതിനെ അങ്ങനെ കൊണ്ടുപോയി വെച്ച് പരത്തിയിടുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ഏകദേശം ഒരു 10-15 തേങ്ങ വെട്ടിപ്പൊളിച്ച് കഴിയും ഇതിന് വെയിലത്ത് ഉണങ്ങാനിടും. അപ്പോഴത്തേന് ഞാൻ ഏകദേശം
ഇതേപോലെ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ കൈയോടെ തന്നെ കഴുകി ഓരോ സൈഡിലോട്ടായിട്ട് വെയിലത്ത് ഇടുക, അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ തേങ്ങ വെട്ടിപ്പൊളിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ അടർത്തി മുറിച്ച് ഉണങ്ങാനിടുന്ന പരിപാടിയായിരുന്നു വൈകുന്നേരം വരത്തേക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മക്കളും കൂടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഓരോ ചിരട്ട എടുത്തു തരാനും കഴുകാനും ഇത് ഉണങ്ങാനിടാനും അങ്ങനെയൊക്കെ ആയിട്ട് അവരും കൂടിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിലിരിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ അമ്മ ഈ പരിപാടികളെല്ലാം തീർത്ത് എണ്ണ ആട്ടേണ്ട ഒരു പരുവത്തിലേക്കൊക്കെ തേങ്ങ എത്തിയിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ചക്ക ചിപ്സ് പോലെ ഇങ്ങനെ എണ്ണയിൽ വറുത്ത് വരുന്ന സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആട്ടി എണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഇരട്ടിയാവുമല്ലോ. ഇത്തവണ അതൊക്കെ നമ്മൾ പോയതിന് ശേഷം ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്ന അതിൻ്റെ തലേ ദിവസം പറ്റിയൊക്കെയാണ് എണ്ണ ആട്ടിയത് തന്നെ. അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്ത്, വെളിച്ചെണ്ണ. ഇത്തവണ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ചെറിയച്ഛൻ, നമ്മുടെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദിവസം അവിടെ പോയി ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഈ തേങ്ങയുടെ പരിപാടി വൈകിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഒട്ടും റെസ്റ്റ് എടുത്തിരുന്നില്ല കേട്ടോ. ഈ പരിപാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമെല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ആ ദിവസം എന്തോ ഫുള്ളായിട്ട് വെയിൽ തന്നെയായിരുന്നു കേട്ടോ. മഴ ജസ്റ്റ് ഇങ്ങനെ മഴ മൂടലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പാറ പോലും ചെയ്തില്ല കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഈ തേങ്ങ കഴുകിയിട്ടാണല്ലോ ഇടുന്നത്, അതിൽ പൊടിയെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം സമയത്തായപ്പോൾ അതിനകത്തുള്ള വെള്ളം അങ്ങനെയും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് കഴിയതിനകത്തൊക്കെ. അപ്പോൾ നമ്മൾ രാത്രി ആയപ്പോൾ ഫാനിൻ്റെ താഴെ ഇട്ടിട്ട് ഇതേപോലെ വിരിച്ചിടുക ചെയ്തത്. ഇത് നമ്മൾ 2-3 ദിവസം വൈകുന്നേരങ്ങളിൽ ഇതേപോലെ തന്നെ ചെയ്തിട്ടോ. കാരണം അടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാലാവസ്ഥ. ഇതിപ്പോൾ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ഞാൻ ചെറിയ വീഡിയോകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.